Dear students, cost accounting in മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 നമ്മൾ ചെയ്തിരുന്നു. അതിൽ രണ്ടാമത്തതും അവസാനത്തതുമായിട്ടുള്ള ഭാഗമാണ് ഇന്ന് എടുക്കുക. മൊത്തത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ 5ാമത്തെ ക്ലാസ്സാണിത്. ഇതിന് മുമ്പത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനും എൻഡ് സ്ക്രീനും നോക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടി മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യം നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഐഡന്റിഫയബിലിറ്റി ഓർ ട്രേസബിലിറ്റി. അപ്പോൾ ഇത് 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഐഡന്റിഫയബിലിറ്റി ആണ്. കോസ്റ്റ് നമുക്ക് എത്രമാത്രം ഐഡന്റിഫയബിൾ ആണ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സിന് മാത്രമായിട്ട് നമുക്കതിൻ്റെ ചിലവുകൾ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയബിൾ കോസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ട്രേസബിൾ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ട്രേസബിലിറ്റി അല്ലെങ്കിൽ ഐഡൻറ്റിഫയബിലിറ്റി ഒരേ മീനിങ് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോസ്റ്റിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അത് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും 2 ഇൻഡയറക്റ്റ് കോസ്റ്റും. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് നോക്കുക. ഡയറക്റ്റ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ കോസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവാം, ഡയറക്റ്റ് ലേബർ ഉണ്ടാകാം, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാകാം. അപ്പോൾ അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അതിൻ്റെ ചിലവ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി തൊഴിലാളിക്ക് കൊടുക്കുന്ന ഡയറക്റ്റ് വേജസ്, അതായത് ഡയറക്റ്റ് ലേബർ, ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിലവാക്കുന്ന തുക, അതെല്ലാം ഡയറക്റ്റ് കോസ്റ്റിൽ പെടുന്നതാണ്. ഈ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ്. ഈ ഡയറക്റ്റ് കോസ്റ്റ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ മൂന്നും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരത്തിന് പറയുന്ന പേരാണ് അത് പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമുക്ക് കോസ്റ്റ് ഷീറ്റൊക്കെ വരയ്ക്കാൻ വരും. ആ സമയത്ത് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നതാണ്. നോക്കുക, ഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിളുകൾ നോക്കുക. കോസ്റ്റ് ഓഫ് വുഡ് ഇൻ മേക്കിംഗ് എ ടേബിൾ. ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വുഡിൻ്റെ കോസ്റ്റ്, എത്രമാത്രം തടിയാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ കോസ്റ്റ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയലാണ് അല്ലേ. വേജസ് പെയ്ഡ് ടു ടൈലർ ഫോർ സ്റ്റിച്ചിങ് എ ഡ്രസ്സ്. ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഡ്രസ്സിന് വേണ്ടി ടൈലർക്ക് കൊടുക്കുന്ന വേജസ് അല്ലേ, ഡയറക്റ്റ് ലേബർ. അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കിത് കൂടാതെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആകാം. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയോ പർട്ടിക്കുലർ സർവീസിന് വേണ്ടിയോ നമ്മൾ മുടക്കാതെ മൊത്തത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി, മൊത്തത്തിലുള്ള സർവീസുകൾക്ക് വേണ്ടി നമ്മൾ മുടക്കുന്ന തുകേനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആവാം, ഇൻഡയറക്റ്റ് ലേബർ ആകാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആകാം. അപ്പോൾ ഈ 3 രീതിയിലും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആകാം. എക്സാമ്പിൾ നോക്കുക, കോസ്റ്റ് ഓഫ് നെയിൽസ് ഇൻ മേക്കിംഗ് എ ടേബിൾ. ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നെയിലുകൾ അല്ലെങ്കിൽ ആണി പോലുള്ള അത്തരം സാധനങ്ങളൊക്കെ അത് മുഴുവനായിട്ട് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാ പ്രൊഡക്റ്റുകൾക്കും വേണ്ടി ആവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ചിലവുകളായിട്ട് നമ്മളതിനെ എഴുതി വെക്കാറില്ല. അത് ഒരു ഫാക്ടറിയിൽ മൊത്തത്തിൽ എത്ര രൂപ നെയിൽ ഇനത്തിൽ നമ്മൾക്ക് ചിലവായി എന്ന രീതിയിൽ അത് എഴുതി വെക്കാറുള്ളൂ. കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, അതുപോലുള്ള പാക്കിംഗ് മെറ്റീരിയൽ, സ്റ്റേഷനറീസ്, അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അത്തരം ഐറ്റംസ്. ഇനി സാലറി ഓഫ് മാനേജർ, മാനേജറുടെ സാലറി, അത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമല്ല മാനേജർക്ക് സാലറി കൊടുക്കുന്നത്. ആ ഫാക്ടറിയുടെ ഓവറോൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാലറി മാനേജർക്ക് നൽകുക. അപ്പോൾ അതും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇനി റെൻ്റ് ഓഫ് ഫാക്ടറി, ആ ഫാക്ടറിയിൽ നമുക്ക് റെൻറ്റിനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ റെൻറ്റ്, അതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയോ ഒരു പർട്ടിക്കുലർ സർവീസിന് വേണ്ടിയോ മാത്രമല്ല, മറിച്ച് അത് മുഴുവനായിട്ടും എല്ലാ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയും എല്ലാ സർവീസുകൾക്കും വേണ്ടിയാണ് ആ ഫാക്ടറി റെൻറ്റ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുക. ഇനി ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ്. നമ്മൾ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു. ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയും. അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ്സ്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ നോക്കുക, ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളബിലിറ്റി. അപ്പോൾ കൺട്രോളബിൾ കോസ്റ്റ് എന്നും അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നുമാണ് അതിനെ തരംതിരിക്കുക. ആദ്യം നമുക്ക് കൺട്രോളബിൾ കോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. കൺട്രോളബിൾ കോസ്റ്റ് ഈസ് എ കോസ്റ്റ്
which can be influenced by the action of a specified member of an undertaking. അതായത് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് ഒരു കോസ്റ്റിനെ വിളിക്കണമെങ്കിൽ ആ കോസ്റ്റിനെ നമുക്ക് ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു മാനേജർക്കോ തൊഴിലാളിക്കോ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു കോസ്റ്റ് ആയിരിക്കണം. സച്ച് കോസ്റ്റ് ആർ വിത്തിൻ ദി കൺട്രോൾ ഓഫ് എ സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ. ആ ഒരു ഇൻഡിവിജ്വൽ നോക്കിക്കഴിഞ്ഞാൽ ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്ത് അതായത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അത്തരത്തിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. നോക്കുക, നോർമലി കൺട്രോളബിൾ കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ്. കൺട്രോളബിൾ കോസ്റ്റ് നമ്മൾ അതിന് വിളിക്കുന്നത് വേരിയബിൾ കോസ്റ്റ് കൺട്രോളബിൾ കോസ്റ്റ് തന്നെയാണ്. കാരണം വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ആ പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനം കുറച്ച് കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് ഒരു ഉൽപ്പാദനം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ഡിസിഷൻ നമുക്ക് ഒരു മാനേജർക്ക് അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകൾക്ക് എടുക്കാൻ സാധിക്കും. അയാളുടെ ഇൻഫ്ലുവൻസിൽ ഈ കോസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് അതൊരു കൺട്രോളബിൾ കോസ്റ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നോൺ കൺട്രോളബിൾ അല്ലെങ്കിൽ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കുക. അൺകൺട്രോളബിൾ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ആ കോസ്റ്റിനെ നമുക്ക് തൽക്കാലത്തേക്ക് കൂട്ടാനോ കുറയ്ക്കാനോ അയാളുടെ ആക്ഷൻ കൊണ്ട് സാധിക്കണമെന്നില്ല. അതായത് ഉൽപ്പാദനം കൂടുന്നതോ കുറയ്ക്കുന്നതുമായിട്ട് ബന്ധമില്ലാത്ത അത്തരത്തിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. സച്ച് കോസ്റ്റ് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എ സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ. അതൊരു ഇൻഡിവിജ്വലിൻ്റെ ഇൻഫ്ലുവൻസിന് അല്ലെങ്കിൽ കൺട്രോളിന് പുറത്താണ്. നോർമലി ഫിക്സഡ് കോസ്റ്റിനെയാണ് നമ്മൾ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. സാലറി, റെൻറ്റ്, ഇൻഷുറൻസ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലൊന്നും നമുക്ക് സാലറി ഇനത്തിലും റെൻറ്റ് ഇനത്തിലും ഇൻഷുറൻസ് ഇനത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല. കാരണം അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് മന്ത്ലി പേയ്മെൻ്റ് ആണ് നൽകുക. ദീസ് ആർ അൺകൺട്രോളബിൾ കോസ്റ്റ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് നോർമാലിറ്റി ആണ്. അപ്പോൾ നോർമാലിറ്റിയുടെ ബേസിസിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. നോർമൽ കോസ്റ്റ് എന്നും അബ്നോർമൽ കോസ്റ്റ് എന്നും നമുക്ക് കോസ്റ്റിനെ തിരിക്കാം. നോർമൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് നോർമലി ഇൻഗേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി നോർമൽ കണ്ടീഷൻ. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ അതിനുവേണ്ടി സാധാരണ സാധാരണ ഉണ്ടാകുന്ന ചിലവിനെയാണ് നമ്മൾ നോർമൽ കോസ്റ്റ് എന്ന് പറയുക. നോർമൽ കണ്ടീഷൻസിൽ സാധാരണ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായെങ്കിൽ സാധാരണ ഗതിക്ക് എത്രമാത്രം ചിലവ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനം നിശ്ചിത ക്വാണ്ടിറ്റി ഇപ്പോൾ 100 ടൺ അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം ചിലവുണ്ടാകുന്നു അതിനെയാണ് നമ്മൾ നോർമൽ കോസ്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, സാലറീസ് പെയ്ഡ് ടു എംപ്ലോയീസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിപ്പയേഴ്സ് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. മെയിൻ്റനൻസ് ചാർജ് കൊടുക്കേണ്ടി വന്നേക്കാം. അതിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകൾക്ക് സാലറി കൊടുക്കണം അല്ലെ, എംപ്ലോയീസിന് സാലറി കൊടുക്കണം. അതെല്ലാം നോർമലായിട്ട് സംഭവിക്കുന്ന കോസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് തന്നെയായിട്ട് നമ്മൾ കരുതിക്കൊണ്ട് ഇറ്റ് ഈസ് ചാർജ്ഡ് ടു ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ അത് പെടുത്തുന്നു. ഇനി അബ്നോർമൽ കോസ്റ്റ് ഉണ്ട്. അബ്നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് നോർമലി ഇൻഗേർഡ്. അത് നോർമൽ കണ്ടീഷൻസിൽ അത് സംഭവിക്കാത്ത കോസ്റ്റാണ്, പക്ഷേ അത് സംഭവിച്ചു കൂടായികയില്ല. എനി കോസ്റ്റ് വിച്ച് ഈസ് ഇൻ എക്സസ് ഓഫ് നോർമൽ കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് അബ്നോർമൽ കോസ്റ്റ്. അതായത് നോർമൽ കോസ്റ്റിന് പുറമെ എക്സ്ട്രാ നമുക്ക് വീണ്ടും കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോസ്റ്റിനെയാണ് നമ്മൾ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ഫയർ, തീപിടുത്തം ഉണ്ടായി, അത് ഒരു നോർമൽ കണ്ടീഷൻ അല്ല അല്ലേ. ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫയർ ഉണ്ടായി, അത് നശിച്ചു പോകുന്നു. ഷട്ട് ഡൗൺ ഓഫ് മെഷീനറി അത് കുറേ നാളത്തേക്ക് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലോസാണ് അവിടെ സംഭവിക്കുക. ലോക്കൗട്ട്, ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരുന്നു കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടീഷൻസിൽ സംഭവിക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് നോട്ട് ചാർജ്ഡ് ടു ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യാതെ പകരം ഇറ്റ് ഈസ് ചാർജ്ഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അത് എഴുതുക. അപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് പിന്നീട് പഠിക്കാം. ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഓഫ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എപ്പോഴാണ് നമ്മൾ അസർടൈൻ ചെയ്യുന്നത്, കോസ്റ്റിൻ്റെ അസർടൈൻമെൻറ്റ്, കോസ്റ്റ് നിർണ്ണയിക്കുന്നത്, കോസ്റ്റ് കണക്ക് കൂട്ടുന്നത് എപ്പോഴാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, രണ്ട് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നും പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്നും തിരിക്കാം. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് ആദ്യം നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് അസർടൈൻഡ്
ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ഇൻക്വയർഡ്. കോസ്റ്റ് ഉണ്ടായതിനു ശേഷം എത്ര കോസ്റ്റ് ഉണ്ടായി എന്ന് കണക്ക് കൂട്ടുമ്പോഴാണ് നമ്മൾ അതിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇൻക്വയർഡ് ഇൻ ദ പാസ്റ്റ്. ആ കോസ്റ്റ് സംഭവിച്ചതാണ്. അത് സംഭവിച്ചതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിച്ചു, ആ പ്രൊഡക്റ്റ് നിർമ്മിച്ചതിന് ശേഷം അതിനുണ്ടായിട്ടുള്ള ചിലവ് നമ്മൾ കണക്ക് കൂട്ടുന്നു. അതെന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ഇനി പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആകാം. അപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിനെ ഫ്യൂച്ചർ കോസ്റ്റ് എന്നാണ് പറയുക. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് അസർട്ടൈൻഡ് ബിഫോർ ഇറ്റ് ഈസ് ഇൻക്വയർഡ്. അത് ഇൻക്വയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ കണക്ക് കൂട്ടുന്നു. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് അസർട്ടൈൻഡ് ബിഫോർ ഇറ്റ് ഈസ് ഇൻക്വയർഡ്. നോക്കുക, ഇറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഈസ് ദസ് എ ഫ്യൂച്ചർ കോസ്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് തന്നെ അതിന് എത്ര ചിലവ് വരുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുമ്പോഴാണ് അതിനെ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ കോസ്റ്റ്. ഫ്യൂച്ചറിൽ എത്രമാത്രം കോസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ മുൻകൂട്ടി കണക്ക് കൂട്ടുന്നതിനെയാണ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുക. ഇനി എട്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബേസിൽ നമുക്ക് കോസ്റ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാമത്തത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പോൾ എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദി ബെനിഫിറ്റ് ഫോർഗോൺ ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന പ്രൊജക്റ്റിന് വേണ്ടി നമുക്ക് കിട്ടുമായിരുന്ന വരുമാനത്തെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദി ബെനിഫിറ്റ് ഫോർഗോൺ. നമ്മൾ ഉപേക്ഷിച്ച ബെനിഫിറ്റാണ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു. പല രീതിയിൽ പല പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നമ്മൾ നല്ല പ്രൊജക്റ്റ് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ തൊട്ടടുത്ത നമ്മൾ ഈ ഒരു തിരഞ്ഞെടുത്ത പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ഉപേക്ഷിച്ച പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്ന വരുമാനത്തെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. നോക്കുക, വെൻ വൺ ഓൾട്ടർനേറ്റീവ് ഈസ് റിജക്റ്റഡ് ഇൻ ഫേവർ ഓഫ് അനദർ. ഇപ്പോൾ രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു ഓൾട്ടർനേറ്റീവ് നമ്മൾ റിജക്റ്റ് ചെയ്തു, അത് വേണ്ടാന്ന് വെച്ചു. ഒരെണ്ണം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ദ ലോസ് ഓഫ് ബെനിഫിറ്റ് ഫ്രം ദി റിജക്റ്റഡ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഏത് ഓൾട്ടർനേറ്റീവാണോ റിജക്റ്റ് ചെയ്തത് അതിൽ നിന്ന് കിട്ടുമായിരുന്ന ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് കരുതണം. എക്സാമ്പിൾ, വെൻ ദി ഓൺഡ് ബിൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ ബിസിനസ്. നമ്മൾ ബിസിനസ്സിന് വേണ്ടി സ്വന്തം കെട്ടിടമാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളാണ് ബിസിനസ്സിൻ്റെ ഓണർ, നമ്മുടെ തന്നെ സ്വന്തം കെട്ടിടമാണ് ഉപയോഗിക്കുക. ദ റെൻറ്റ് ദാറ്റ് വുഡ് ഹാവ് ബീൻ റിസീവ്ഡ് ബൈ ലെറ്റിംഗ് ഇറ്റ് ഔട്ട് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ആ ബിസിനസ്സിന് നമ്മളത് ആ ബിൽഡിംഗ് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ അത് നമുക്ക് പുറത്ത് നമുക്ക് റെൻറ്റിന് കൊടുക്കാമായിരുന്നു അല്ലേ. അതാണ് മറ്റൊരു ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷനിൽ കൂടെ നമുക്ക് കിട്ടുമായിരുന്ന റെൻറ്റ്, നമ്മൾ നഷ്ടപ്പെട്ട റെൻറ്റ്, അതിന് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റായിട്ട് നമ്മൾ കരുതണം. അടുത്ത സങ്ക് കോസ്റ്റ് ആണ്. ഇപ്പോൾ എന്താണ് സങ്ക് കോസ്റ്റ് നോക്കുക. സങ്ക് കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് വിച്ച് ഹാസ് നോ എഫക്റ്റ് ഓൺ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ളൊരു കോസ്റ്റാണ്. വിച്ച് ഹാസ് നോ എഫക്റ്റ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. അത് ഡിസിഷൻ മേക്കിങ്ങിൽ വലിയ റെലവൻസ് ഒന്നും ഇല്ലാത്ത, എഫക്റ്റ് ഇല്ലാത്ത ഒരു കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് സങ്ക് ഇൻ ദി ബിസിനസ് ആൻഡ് നോട്ട് റിക്കവറബിൾ. അത് ബിസിനസ്സിൽ സങ്കായി നിൽക്കുന്നത്. സങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എമൗണ്ട് തന്നെയാണ്. നോട്ട് റിക്കവറബിൾ, അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അറ്റ് ദ ടൈം ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എ പ്ലാന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലാന്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഈസ് റിട്ടേൺ ഓൺ വാല്യൂ, ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ എഴുതി തള്ളിയ റിട്ടേൺ ഓൺ വാല്യൂ ലെസ് എനി സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാം, നമുക്കത് ഉപകാരമാണ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് റിട്ടേൺ ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് അത് നമുക്ക് സങ്ക് കോസ്റ്റ് ആയിട്ടാണ് കരുതേണ്ടത്. അപ്പോൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റിൽ സംഭവിച്ചതാണ്. അത് ഫ്യൂച്ചറിലെ ഡിസിഷൻ മേക്കിങ്ങിന് വലിയ പ്രാധാന്യം അതിനെ കൊണ്ടില്ല അല്ലേ. ബിസിനസ്സിൽ അത് സങ്കായി നിൽക്കുന്ന അല്ലെങ്കിൽ മുങ്ങി നിൽക്കുന്ന നഷ്ടപ്പെട്ടതാണ്. ഇറ്റ് ഈസ് നോട്ട് റിക്കവറബിൾ. അതിനെക്കൊണ്ട് നമുക്ക് കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊന്നും ഇനിയില്ല. അത്തരത്തിലുള്ള കോസ്റ്റിനാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുക. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കുക, ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ നോഷണൽ എന്ന് വെച്ചാൽ സാങ്കല്പികമായിട്ടുള്ള എന്നാണ്. അപ്പോൾ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് ആണ്, ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കോസ്റ്റ് ആണ്. വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ. ശരിക്കും ആ കോസ്റ്റിനകത്തിൽ നമുക്ക് ക്യാഷ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഒന്നും ചിലവാകുന്നില്ല. ആസ് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഇൻ ക്യാഷ്, അത് ക്യാഷായിട്ട് നമുക്ക് പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ടതില്ലാത്തതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നുമില്ല. ഹവർ ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എങ്കിൽ പോലും നമ്മളത് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കാറുണ്ട്. നമ്മൾ എക്സാമ്പിൾ നോക്കാം, റെൻ്റ് ഓഫ് ഓൺഡ് ബിൽഡിംഗ്. നമ്മൾ തന്നെ സ്വന്തം ഓൺ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണ് അല്ലേ. പക്ഷേ എങ്കിൽ പോലും അതിന് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ പോലും
ഒരു ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് ആയിട്ട് റെന്റ് ഇനത്തിൽ വരുന്ന ചിലവും മാനേജ്മെന്റ് കണക്ക് കൂട്ടാറുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഓൺഡ് ക്യാപിറ്റൽ, നമ്മൾ മുടക്കിയിരിക്കുന്ന തുകയാണ് ക്യാപിറ്റലാണ്. ഇപ്പോൾ മാനേജ്മെന്റിന് അത് അല്ലെങ്കിൽ ഓണർക്ക് അതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല എങ്കിൽ പോലും ക്യാപിറ്റൽ മുടക്കിയ തുകയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്ന രീതിയിൽ അത്തരത്തിലുള്ള ചിലവ് ബിസിനസ്സിൻ്റെ ചിലവായിട്ട് നമ്മൾ കരുതാറുണ്ട്. അത് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് ആണ്. നമുക്ക് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന കോസ്റ്റുകൾ ഇനിയുമുണ്ട്. നോക്കുക, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് വിച്ച് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ടു ദി ഔട്ട്സൈഡേഴ്സ്. നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന കോസ്റ്റിനെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് പേയ്മെൻറ്റ് നടക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ നോഷണൽ കോസ്റ്റിന് ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇറ്റ് ഇൻവോൾവ്സ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ. നമ്മൾ റെൻറ്റ് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു. ഡിപ്രീസിയേഷൻ ഓൺ ദി അതർ ഹാൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് ക്യാഷ് പേയ്മെൻറ്റ് ആൻഡ് ദെയർ ഫോർ ഇറ്റ് ഈസ് നോട്ട് ആൻ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഇപ്പോൾ ഇവിടെ റെൻറ്റ് കൊടുക്കുന്നു, ക്യാഷ് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു, ആ കാര്യങ്ങളെല്ലാം ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. പക്ഷേ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ലാത്ത ഡിപ്രീസിയേഷൻ പോലുള്ള, ഡിപ്രീസിയേഷന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് എമൗണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല അല്ലേ, ഒരു എമൗണ്ട് നീക്കി വെക്കുന്ന എന്ന രീതിയിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഷട്ട് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അടച്ചുപൂട്ടുക എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ഷട്ട് ഡൗൺ കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് വിച്ച് ഈസ് ടു ബി ഇൻകേർഡ് ഈവൻ ഇഫ് ദ പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ ഫോർ എ ടെമ്പററി പീരീഡ്. ഒരു കുറച്ച് കാലത്തേക്ക്, ഒരു ടെമ്പററി പീരീഡിലേക്ക് നമ്മൾ പ്ലാന്റ്, നമ്മുടെ ബിസിനസ് ഫാക്ടറി ഔട്ട്ലെറ്റ് നമ്മൾ ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുക. ഷട്ട് ഡൗൺ കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് വിച്ച് ഈസ് ടു ബി ഇൻകേർഡ് ഈവൻ ഇഫ് ദ പ്ലാൻ ഈസ് ഷട്ട് ഡൗൺ ഫോർ എ ടെമ്പററി പീരീഡ്. താൽക്കാലികമായിട്ട് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താൽ പോലും നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ റെന്റ് ആൻഡ് റൈറ്റ്സ്. ആ ഫാക്ടറി റെന്റിനെടുത്താണെങ്കിൽ ആ ഫാക്ടറി തൽക്കാലത്തേക്ക് ഒരു 15 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് അടച്ചിട്ടാൽ പോലും അതിൻ്റെ റെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ. മെയിൻ്റനൻസ് എക്സ്പെൻസ്, നമുക്ക് മെയിൻ്റനൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. വെറുതെ വെച്ചാലും മെഷീനറിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻ്റനൻസ് ചാർജ് വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇൻഷുറൻസിന് തുക കൊടുക്കേണ്ടിയിരിക്കും. അപ്പോൾ അതെല്ലാം എന്താണ്, ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. ശരിക്കും അത് ഫിക്സഡ് കോസ്റ്റിൻ്റെ മറ്റൊരു രൂപമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, ഷട്ട് ഡൗൺ കോസ്റ്റ്. അടുത്തത് നോക്കുക, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് റീപ്ലേസിങ് ആൻ അസറ്റ് ഓർ മെറ്റീരിയൽ ബൈ പർച്ചേസിങ് ഇറ്റ് ഫ്രം ദി മാർക്കറ്റ്. അപ്പോൾ ഇവിടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ആ അസറ്റിനെ മാറ്റി അതുപോലുള്ള മറ്റൊരു അസറ്റ് നമുക്ക് വാങ്ങിക്കേണ്ടി വരുമ്പോൾ അതിന് ചിലവാകുന്ന തുകയാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുക. ബൈ പർച്ചേസിങ് ഇറ്റ് ഫ്രം ദി മാർക്കറ്റ്. മാർക്കറ്റിൽ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ആ അസറ്റിൻ്റെ ഉള്ള വിലയാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദസ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഐറ്റം ദാറ്റ് ഈസ് റീപ്ലേസ്ഡ്. ഏത് അസറ്റാണോ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നത്, പുതിയതായിട്ട് ആ അസറ്റ് വാങ്ങിക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ ആ മാർക്കറ്റിൽ ആ അസറ്റിന് എന്ത് വിലയുണ്ടോ അതാണ് ശരിക്കും ആ അസറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡിഫറൻഷ്യൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദി ഡിഫറൻസസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ 2 ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ 2 കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ്. ഇവിടെ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ 2 ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ 2 കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ 2 ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് മെഷീനറി ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് മാനുവലായിട്ട് ലേബേഴ്സിന് വെച്ചുകൊണ്ട് നമുക്ക് ആ അത്രയും യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഓരോന്നിലും ഉണ്ടാകുന്ന ഇപ്പം മെഷീനറി മാത്രം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര, മാനുവലായിട്ടുള്ള ലേബർ മാത്രം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര, അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. മെഷീനറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദനം നടത്തി എത്രയാണ് ചിലവ്, ടോട്ടൽ കോസ്റ്റ്. മാനുവലായിട്ടുള്ള ലേബറിന് മാത്രം ഹ്യൂമൻ ബീങ്സിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദനം നടത്തി എത്രയാണ് ചിലവ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. എത്ര രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്, അതിനെ നമുക്ക് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയാം. ഡിഫറൻഷ്യൽ കോസ്റ്റ് മേ ബി ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓർ ഡിക്രിമെൻ്റൽ കോസ്റ്റ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് കൂടുതലുമാകാം കുറവാകും അല്ലേ, അത് പോസിറ്റീവ് സംഖ്യയാവും മൈനസ്, അതായത് ടോട്ടൽ കോസ്റ്റ് ചിലപ്പോൾ കൂടാം അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കുറയാം അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്നും തിരിക്കാറുണ്ട്. ഇഫ് ദി ചേഞ്ച് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ്, നമ്മൾ മാനുവൽ ലേബറിന് പകരം മെഷീനറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കൂടുകയാണെങ്കിൽ
അതിനെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നാണ് പറയുക. അതിന് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് നമുക്ക് പറയാം. ആൻഡ് ഇഫ് ദി ചേഞ്ച് ഇൻ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കുറയുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്നും പറയുന്നു. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് either it may be incremental cost or it may be a decremental cost എന്നുള്ളതും ഓർത്തിരിക്കാം. അടുത്ത നോക്കുക മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് is the increase or decrease in the total cost due to increase or decrease in output by 1 unit. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ് ആണ്. നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ടാവും. നമുക്ക് മാർജിനൽ കോസ്റ്റ് is the increase or decrease in total cost. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നതും ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ഡിഫറൻസ് തന്നെയാണ്. ഇറ്റ് ഈസ് ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി, അത് ടോട്ടൽ കോസ്റ്റ് കൂടുതലുമാകാം കുറവാ അല്ലേ, ഇൻക്രീസ് ഓർ ഡിക്രീസ് കോസ്റ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വൺ ഔട്ട്പുട്ട് അല്ലേ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ അല്ലേ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ, ഒരു യൂണിറ്റ് കൂടുകയോ ഒരു യൂണിറ്റ് കുറയുകയോ ചെയ്യുമ്പോൾ, അതായത് ഉൽപ്പാദനത്തിൽ നമ്മൾ ഒരു യൂണിറ്റ് വർധനവ് വരുത്തുന്നു വിചാരിക്കുക, ഇൻക്രീസ് ചെയ്യിക്കുന്നു. അപ്പോൾ ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന വർധനവ് എത്രയാണ്? ഉൽപ്പാദനത്തിൽ നമ്മൾ ഒരു യൂണിറ്റ് കുറവ് സംഭവിച്ചിരുന്നത് ഡിക്രീസ് ചെയ്യിക്കുന്നു വയ്ക്കുക, അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത്? വർധനവാണോ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ അല്ലേ? അപ്പോൾ ആ രീതിയിൽ അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്ട്രാ നമ്മളൊരു 1 യൂണിറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് കൂടുകയാണോ കുറയുകയാണോ? അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു 1 യൂണിറ്റ് നമ്മൾ പ്രൊഡക്ഷനിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് കൂടുകയാണോ കുറയുകയാണോ? അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ദസ് ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ്. ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് ചിലവാകുന്നത് എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു കൺസെപ്റ്റിലാണ് മാർജിനൽ കോസ്റ്റ് അവതരിപ്പിക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എല്ലാം ശരിക്കും മാർജിനൽ കോസ്റ്റ് തന്നെയാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ്. അപ്പോൾ ഒരു എക്സ്ട്രാ യൂണിറ്റോടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എക്സ്ട്രാ ഡയറക്റ്റ് മെറ്റീരിയൽ ഇനത്തിൽ ചിലവ് വരും, ഡയറക്റ്റ് ലേബർ ഇനത്തിൽ ചിലവ് വരും, വേരിയബിൾ ഓവർ ഹെഡ് ഇനത്തിലെല്ലാം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേരി ചെയ്യുന്ന ചിലവുകളും നമുക്കുണ്ടായേക്കാം. അപ്പോൾ അത് മാർജിനൽ കോസ്റ്റ് ആണ്. അപ്പോൾ അടുത്തത് നോക്കാം സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് റിലേറ്റിംഗ് ടു എ പീരീഡ് ഡിറ്റർമൈൻഡ് ഓൺ സയൻറ്റിഫിക് ബേസിസ്. നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്, നമ്മൾ ഫ്യൂച്ചർ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, മുൻകൂട്ടി കോസ്റ്റ് എത്രയാണെന്ന് തീരുമാനിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. റിലേറ്റിംഗ് ടു എ പീരീഡ് ഡിറ്റർമൈൻഡ് ഓൺ എ സയൻറ്റിഫിക് ബേസിസ്. നമ്മൾ അടുത്ത 6 മാസത്തേക്ക് നമുക്ക് എത്രമാത്രം ചിലവുണ്ടാകും, അടുത്ത 2 മാസത്തേക്ക് എത്രമാത്രം ചിലവുണ്ടാകും. അപ്പോൾ ആ ഒരു പീരീഡ് നമ്മൾ നിർണ്ണയിക്കുന്നത് സയൻറ്റിഫിക് ബേസിൽ, ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ഒരു 6 മാസത്തേക്ക് എത്ര രൂപ ചിലവുണ്ടാകും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ദാറ്റ് ഷുഡ് ബി ഇൻകേർഡ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് നോർമൽ എഫിഷ്യൻസി. നോർമലായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ നോർമൽ കണ്ടീഷൻസിൽ എത്രമാത്രം കോസ്റ്റാണ് ഇൻകർ ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ പറയുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ചിലവാകേണ്ടത് 10,000 rupees ആണ് എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കോസ്റ്റിനുള്ളിലാണോ ഈ ചിലവ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. കോസ്റ്റ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും കോസ്റ്റ് കണക്കുകൂട്ടിയെടുത്തുകൊണ്ട് ഈ നിശ്ചിത പരിധിക്കുള്ളിൽ കോസ്റ്റിനെ നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉപയോഗിക്കുക. മറ്റൊരു കോസ്റ്റ് നോക്കുക, കൺവേർഷൻ കോസ്റ്റ്. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ റോ മെറ്റീരിയൽസ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ചിലവാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചു, ആ കോസ്റ്റ് ഇതിൽ പെടുന്നില്ല. റോ മെറ്റീരിയൽസിൽ വാങ്ങിച്ചതിന് ശേഷം പിന്നീട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നത് വരെയുള്ള ചിലവിനെയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് വേജസ്. നമ്മൾ റോ മെറ്റീരിയൽസിൽ വാങ്ങിച്ച് വെച്ചിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തൊഴിലാളികളെ പണിയെടുപ്പിക്കണം അല്ലേ. അത് ഉപയോഗിക്കാൻ തൊഴിലാളികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തൊഴിലാളികളെ വിളിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് അതുമായിട്ട് വരുന്ന മറ്റ് ചിലവുകൾ, ആൻഡ് ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയിൽ വരുന്ന മറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചിലവുകൾ, അതിനെയാണ് ഓവർഹെഡ് എന്ന് പറയുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചിലവുകളെല്ലാം ഇതിൽ പെടുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം, കൺവേർഷൻ കോസ്റ്റ് ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൽ നിന്നും ലെഫ്റ്റ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ, അതായത് റോ മെറ്റീരിയൽസ് വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മളതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി നമുക്ക് ചിലവാകുന്ന ക്യാഷാണ്, കോസ്റ്റാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ചിലവ് നമ്മളതിൽ നിന്ന് കുറയ്ക്കാം.
കൺവേർഷൻ കോസ്റ്റ് ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ലെസ് ദ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതായത് ഡയറക്റ്റ് വേജസ് വരുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്, മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഓവർ ഹെഡുകളും അതിൽ വരുന്നുണ്ട്. അതെല്ലാം ഉൾപ്പെടുന്നതാണ് കൺവേർഷൻ കോസ്റ്റ്. അടുത്ത നമുക്ക് റെലവൻറ്റ് കോസ്റ്റ്. ഇപ്പോൾ റെലവൻറ്റ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഹാസ് എ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി റെലവൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോസ്റ്റുകൾക്ക് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ഈ കോസ്റ്റുകൾ അവർ ഗൗരവമായിട്ട് അവർ പരിഗണിക്കും. കാരണം അത് ഡിസിഷൻ മേക്കിങ്ങിൽ അതിന് റെലവൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. സച്ച് കോസ്റ്റ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് ദ കറക്റ്റ് ഡിസിഷൻ. മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് അത്തരത്തിലുള്ള കോസ്റ്റുകൾ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് സഹായിക്കുന്ന മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പോസ്റ്റ് പോണബിൾ കോസ്റ്റ് ആണ്. പോസ്റ്റ്പോൺ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം മാറ്റിവെക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ പോസ്റ്റ് പോണബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ മാറ്റിവെക്കാൻ പറ്റുന്ന കോസ്റ്റാണ്. കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ക്യാൻ ബി പോസ്റ്റ് പോൺഡ് ടു എ ഫ്യൂച്ചർ പീരീഡ്. നമുക്ക് ആ ഒരു കോസ്റ്റ് ഉണ്ടാകുന്നത് നമുക്കൊരു ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാൻ സാധിക്കും. അത് മാറ്റിവെച്ചാലും നമുക്ക് നഷ്ടം വരാത്ത തരത്തിലുള്ള കോസ്റ്റിനെയാണ് പോസ്റ്റ് പോണബിൾ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അതായത് പോസ്റ്റ് പോണബിൾ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ക്യാൻ ബി പോസ്റ്റ് പോൺഡ് ടു എ ഫ്യൂച്ചർ പീരീഡ് വിതൗട്ട് എനി അഡ്വൈസ് എഫക്റ്റ് ഓൺ ദി എഫിഷ്യൻസി ഓഫ് ദി പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ നിലവിലുള്ള എഫിഷ്യൻസിയെ യാതൊരു വിധത്തിലും ബാധിക്കാതെ തന്നെ നമുക്ക് ഈ കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരു സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം. അത് ഉണ്ടാകുന്നത് മാറ്റിവെക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അതിനെ പോസ്റ്റ് പോണബിൾ കോസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയുമാണ് പല തരത്തിലുള്ള കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓരോ കോസ്റ്റിൻ്റെ മീനിങ്ങും അതിൻ്റെ എക്സാമ്പിൾ സഹിതവും ഓർത്തിരിക്കുന്നത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നല്ലതാണ്. മുന്നോട്ടുള്ള ചാപ്റ്ററുകൾ പഠിക്കുമ്പോഴും അത് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.